ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. രണ്ട് കോടീശ്വരന്മാർക്കിടയിലാണ് ഞാൻ. നമുക്ക് പണം കൊണ്ട് അവരോട് മത്സരിക്കാൻ കഴിയില്ല. ആ പണം പാവപ്പെട്ട മനുഷ്യനെ കുറേ സ്വാധീനിക്കാൻ ഉപയോഗിച്ചു എന്നത് സത്യമാണ്. അത് തെരഞ്ഞെടുപ്പിൽ നല്ലോണം ബാധിച്ചു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഇന്ത്യൻ പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ആ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കേരളം നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പം ഇന്ത്യൻ പോളിറ്റിക്സ് അവരെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമായി പോകുന്നു. ആ പോകുന്ന പോക്കിൽ ബദലായി വരുന്ന ഇന്ത്യ മുന്നണി, ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന സഖ്യത്തിൽ പെടുന്ന പാർട്ടികളാണ് ഈ കേരളത്തിലുള്ളത്. എന്നാൽ സഖ്യത്തിൽപ്പെടുന്ന പാർട്ടികൾ തമ്മിൽ വ്യത്യസ്തമായി പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ വ്യത്യസ്തമായി മത്സരിക്കുക സഖ്യത്തിലുള്ള പാർട്ടികൾ. പക്ഷെ അവർക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിൽ കുറേ കൂടുതൽ BJPയോട് നേരിട്ട് പൊരുതാൻ ഉള്ള, ഡയറക്റ്റായി പൊരുതാനുള്ള പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ അവർ മുന്നിൽ കണ്ടു. അത് പലപ്പോഴും കാണാറുണ്ട്. അത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ബാധിച്ചു വന്നത് കേരളത്തിൻ്റെ മുഴുവൻ വോട്ട് നോക്കി അതിനൊക്കറിയാം. എല്ലാ മണ്ഡലങ്ങളിലും ഒരിക്കലും ഇടതുപക്ഷത്തിന് ഇതുപോലെ സംഭവിക്കാൻ പറ്റാത്ത പോലെ അതിപ്പോൾ വന്നത്. കാരണം ഇടതുപക്ഷം ഭരിക്കുന്നു, ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റാണ്. രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ് വലിയ വലിയ പണക്കാർക്ക് വേണ്ടി ജനങ്ങളെ പല രീതിയിലും വിഷമിപ്പിക്കുമ്പോൾ കേരളത്തിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളോടൊപ്പമുള്ള ഗവൺമെൻറ് ഉണ്ട്. എന്നാൽ ഇന്ത്യൻ പോളിറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ എപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പത്രങ്ങൾ, ഒരുപാട് മീഡിയകൾ കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ രാഷ്ട്രീയ ചിന്തകൾക്കും പലപ്പോഴും പ്രചോദനം ഉണ്ടാകുന്നത് രണ്ടുമാണ്. ആ രണ്ടും വെച്ചുകൊണ്ട് അവർ പൊതുവിൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടു. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പൊതുവിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നോക്കിയാൽ നമുക്കൊരു കാര്യം ബോധ്യമാവും. BJP നമുക്കെതിരായി ആരുമില്ല, നമ്മളാണ് എന്ന രീതിയിൽ വളർന്ന BJPക്ക് ഒരു നല്ല തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചന. അത് മാത്രമല്ല, കോൺഗ്രസ് കുറച്ചുകൂടി നന്നായി മുന്നോട്ട് വരുന്നത്. ഞാനിടയ്ക്ക് സംസാരിച്ചിരിക്കുന്ന ഓർമ്മയുണ്ടാവും നിങ്ങൾ, രാജീവ് ഗാന്ധി അപക്വമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് പുതിയ അനുഭവം കോൺഗ്രസിനെ കുറച്ചുകൂടി ചിന്തിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തിലും കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം കേരളത്തിൽ വേറെ വേറെ മത്സരിക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഒരുമിച്ചാണ് ഈ മുന്നണി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ദിവസേന ഒരുപാട് പത്രം വായിക്കുന്നു, ഒരുപാട് വാർത്ത കേൾക്കുന്നു, ആ വാർത്തകൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ഇതൊരവസ്ഥയുണ്ടായത് എന്നാണ് പ്രാഥമിക വിശകലനത്തിൽ നമുക്ക് തോന്നുന്നത്. മറ്റല്ല അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചരിത്രത്തിൽ തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. പണത്തിൻ്റെ കൊഴുപ്പ് തിരുവനന്തപുരത്ത് അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്.